നബി ജനിച്ച സ്ഥലം എന്ന് പറയും. നബി ജനിച്ച രാവിനും അതിൻ്റെ സമയത്തിനൊക്കെ ബർക്കത്ത് വിശ്വസിക്കുന്നവരാണ്, അതിന് പുണ്യം വിശ്വസിക്കുന്നു. ഈ വീട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ ആമിന ബീവി പ്രസവിച്ച സ്ഥലം. അവിടുത്തെ പിതാവ് അബ്ദുള്ള എന്നവർ അന്നില്ല, വഫാത്തായിട്ടുണ്ട്. അവിടുത്തെ പിതാവ് അബ്ദുള്ളക്ക് വല്ലിപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് അനന്തരമായി കൊടുത്ത വീടാണ്. അനന്തരമായി കിട്ടിയ അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ 10 മക്കളിൽ മൂത്ത മകനായ അബ്ദുള്ള എന്നവർക്ക് കിട്ടിയ ആ സ്ഥലത്ത് നബി കുടുംബം കഴിഞ്ഞു കൂടുമ്പോൾ ഏകദേശം അബ്ദുള്ള എന്നവർക്ക് 24 വയസ്സുള്ള സമയത്ത് അവർ കച്ചവടാവശ്യാർത്ഥം ഷാമിലേക്ക് പോയതാണ്. അവിടുന്ന് തിരിച്ച് മദീനയിലൂടെ വരുമ്പോൾ മദീനയിലെ കുടുംബ വീട്ടിൽ വെച്ചുകൊണ്ട് രോഗം പിടിപെടുകയും അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ വഫാത്തായി. ആ സങ്കടം നബിയുടെ ഉമ്മ ആമിന ബീവിയുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് കടന്നു വരുന്നത് വളരെ സങ്കടത്തോടു കൂടെയാണ്. അങ്ങനെ ഈ കുഞ്ഞ് പ്രസവിക്കുമ്പോൾ അവിടുത്തെ പരിചരിക്കാനുള്ളത് വല്യപ്പയാണ്, അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹിന്റെ പ്രസവം നടന്ന റബീഉൽ അവ്വൽ 12 ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ചയാണ്. സുബഹിയോടടുത്ത സമയത്ത് ലോകത്ത് വലിയ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നാണ് സാവ തടാകം വറ്റി വരേണ്ടതും അനൂസർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം തരിപ്പണമായതൊക്കെ വലിയ അത്ഭുതങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടു. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ജിബ്രീൽ വന്നിട്ടുണ്ട്. അന്ന് ആ പ്രസവം നടക്കുന്ന സമയത്ത് നബിയുടെ പിതാവ് അബ്ദുള്ള അവിടെ പോയത് ഈ വീട്ടിൽ നിന്നാണ്. ആമിന ബീവി ആ പ്രസവ വേദന ഇല്ലാതെ ആ പ്രസവം അത്ഭുത സംഭവം നടന്നത് അവിടെയാണ്. അങ്ങനൊക്കെയുള്ള ഈ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് നടന്ന സ്ഥലത്ത് ആ വീട് എന്ന് പറഞ്ഞാൽ അന്നത്തെ വീടല്ല. അന്നത്തെ വീട് റസൂലുള്ള വഫാത്തായി റസൂലുള്ള ഇവിടെ നിന്ന് ഹിജ്റ പോയൊരു സമയമാണ്. 53-ാമത്തെ വയസ്സിലാണ് നബിയുടെ ഹിജ്റ. ആ ഹിജ്റയുടെ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആ വീട് ഒരു വിൽപ്പന നടത്തിയിട്ടില്ല, കച്ചവടം നടത്തിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അവിടെ നിലനിർത്തി, ഒരു ആസാറായിട്ട് നിലനിർത്തി. കാരണം ഞാൻ ജനിച്ച വീട് നിലനിർത്തി. അപ്പോൾ മദീനയിലേക്ക് പോകുമ്പോൾ തൻ്റെ സഹോദരനാകുന്ന അഖീൽ ബിൻ അബീ താലിബിനെ ദാനമായി കൊടുത്തിട്ടുണ്ട്. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഇവിടെ മക്കത്തേക്ക് വരേണ്ടി വന്നാൽ ഈ വീട്ടിലൊന്ന് കയറി കിടക്കല്ലോ എന്നാണ് ആര് വിചാരിച്ചത്. അവിടെ കച്ചവടം നടത്താതെ ഈ വീട് അവിടെ തന്നെ ഹിബത്ത് എന്ന് പറയും, സൗജന്യം കൊടുത്ത് നബി പോയി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വീട് മാറിയൊരു സാഹചര്യം എപ്പോഴാണ്? അത് അവിടുത്തെ 25-ാമത്തെ വയസ്സിൽ ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഖദീജ ബീവിൻ്റെ വീട് തൊട്ടടുത്ത് പറഞ്ഞ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ. ആ വീട്ടിലേക്ക് നബി താമസം മാറ്റുന്നത് ആ കല്യാണത്തിന് ശേഷം. അതുവരെ നബിയുടെ ഷാമിലേക്കുള്ള യാത്ര, അബൂ താലിബിനോടൊന്നിച്ചുള്ള സഞ്ചാരം, ആ സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെയാണ്. കല്യാണം കഴിഞ്ഞാൽ അവിടെ മാറി. എന്നാൽ ഈ വീട് അതിൻ്റെതായ രീതിയിൽ തന്നെ സംരക്ഷിച്ചു. അങ്ങനെ മദീനത്തേക്ക് പോയപ്പോഴും അത് അങ്ങനെ തന്നെ നിലനിർത്തി. പിന്നെ കുറേ കാലം അങ്ങനെ നിലനിന്നു. ഹാറൂൻ റഷീദിൻ്റെ കാലഘട്ടം അന്ന് അവരുടെ ഉമ്മ ഹജ്ജിന് വന്നപ്പോൾ പണച്ചാക്കുമായിട്ടാവും. ആ പണം എടുത്തിട്ട് ആ ഉമ്മ ഇവിടെ ഈ പരിസരത്ത് ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ കയറി ആളുകൾ നിസ്കരിക്കും, റസൂലുള്ളാഹിന്റെ വീട്ടിൽ കയറി മൗലിദ് ഓതും. കാരണം അത് മൗലിദ് റസൂലില്ലാഹി ബൈത്തുൽ മുസ്തഫ റസൂലുള്ളാഹിന്റെ വീടാണ്. അതുകൊണ്ട് ആദരവോടുകൂടി മുസ്ലിം ലോകം അത് കണ്ടുവന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചതെന്താ വെച്ചാൽ ഇവിടെ ഏകദേശം ഉസ്മാനിയയും അതുപോലെ ഒരുപാട് ഖിലാഫത്ത്, ലാസ്റ്റ് തുർക്കി ഖിലാഫത്ത്, അതിനൊക്കെ അട്ടിമറിച്ചിട്ട് പിന്നെ ഇവിടുത്തെ ഭരണകൂടം വന്നു, അല്ലേ, ആൽ സൂദ് ഭരണകൂടം വന്ന് ആ ഭരണകൂടത്തിൻ്റെ കയ്യിലായതിനു ശേഷം പിന്നീട് കുറേ പരിവർത്തനങ്ങളുണ്ടായി. ആ പരിവർത്തനത്തിൽപ്പെട്ടതാണ് ഇവിടെയുള്ള ഒരുപാട് ആസാറുകൾ നശിപ്പിച്ച് കളയാണ്. ഹറമിലെ ദാറുൽ അർക്കം തകർത്തു. മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക കേന്ദ്രമായിരുന്നു ദാറുൽ അർക്കം. സിദ്ദീഖ് എന്നവരുടെ വീട് അതൊക്കെ എന്തായി? കുറേ കാലം സങ്കടത്തിൻ്റെ ഒരവസ്ഥയായിരുന്നു. ജഅലഹ സൂഖുൽ ബഹായിം, ചരിത്രം രേഖപ്പെടുത്താൻ അങ്ങനെയാണ്. ജഅലഹ സൂഖുൽ ബഹായിം, കന്നുകാലികൾ കാഷ്ടിച്ച് മൂത്രിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്ഥലം മാറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സങ്കടപ്പെട്ടിട്ട് ഈ നാട്ടിൽ അന്നത്തെ ഒരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസിയായ റസൂലുള്ളാഹിനോട് വല്ലാത്ത ബഹുമാനമുള്ള കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൽപ്പെട്ട അയാളൊരു മേയറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഇത് പുനഃസ്ഥാപിക്കുക എന്ന നിലയ്ക്ക് ഇവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കി. ആ കെട്ടിടത്തിന് മക്തബത്തുൽ മക്കത്തുൽ മുക്കറം എന്ന് പേര്. അത് മക്തബയാണ്. അതായത് റസൂലുള്ള ജനിച്ച സ്ഥലത്തിനെ ആദരവോടെ നിലനിർത്തുക എന്ന നിലയ്ക്ക് അതെന്താക്കി ഒരു മക്തബ
ആക്കി നിലനിർത്തി. അങ്ങനെയാണ് ഈ കന്നുകാലികൾ മേഞ്ഞു നടക്കുന്ന സ്ഥലം പിന്നീട് എന്തായി മാറിയത്? ഒരു മക്തബയായി. അത് റസൂലുള്ള ജനിച്ച അക്കാലത്തുള്ള വീട് ഒരുപാട് കാലം ആ ആസർ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം എത്രയോ ആസാറുകൾ. ഇപ്പോൾ ഗാന്ധിജി അയാൾ ജനിച്ചത് അവിടെ പോർബന്ദർ അല്ലേ, അദ്ദേഹത്തിന്റെ വീട് ഇന്നും അതുപോലെ ഒരു സ്മാരകം നിലനിർത്തിയിട്ടുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാം ജനിച്ച ബത്ലഹം, ബൈത്തുല്ലഹം, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ സ്മാരകം നിലനിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേരിൽ ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തെ എല്ലാ നേതാക്കന്മാരുടെയും സോഷ്യലിസ്റ്റ് ആചാര്യന്മാരായ, കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായ ലെനിൻ, കാരൽ മാർക്സ് പോലത്തെ ആളുകളൊക്കെ സ്മാരകങ്ങൾ, അവർ ജനിച്ച സ്തംഭങ്ങളൊക്കെ എന്തായിട്ടുണ്ട് ഇപ്പോഴും അസർ പോലെ അങ്ങനെയുള്ള റസൂലുള്ള ജനിച്ച സ്ഥലത്താണ് നമ്മളുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങോട്ട് നോക്കുക, ആ കെട്ടിടം, ഈ കാണുന്ന കെട്ടിടം കൊട്ടാരാണ്. ഇത് ഇവിടുത്തെ പാലസാണ്. ഈ പാലസ് നിൽക്കുന്ന ഈ സ്ഥലം, ആ പാലസ് നിൽക്കുന്ന സ്ഥലം അതാണ് ഒരു മലയാണ്, ആ കുന്നാണ്. ആ മലന്റെ പേരാണ് ജബൽ അബി കുബൈസ് മല, ജബൽ അബി കുബൈസ് പർവ്വതം. അവിടെ വെച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മളെ ഹജ്ജിനും ഉംറക്കും വിളിച്ചത് അല്ലേ. ഹജ്ജിനും ഉംറക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മളെ വിളിച്ചത് എവിടെ വെച്ചുകൊണ്ടാണ്? ഈ മലമുകളിൽ വെച്ചുകൊണ്ടാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക അലാ കുല്ലി നാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ എന്ന് ഖുർആൻ പറഞ്ഞ ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലം എവിടെയാണ്? ഈ കുന്നിന്റെ മുകളിലാണ്. ആ കുന്നിന്റെ മുകളിലാണ് മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാമിന്റെ ഖബറുണ്ട് എന്ന് പറയപ്പെടും. ആദം നബി അലൈഹി സ്വലാം ആദ്യമായി ഇറങ്ങിയ സ്ഥലവും അദ്ദേഹം എത്തിപ്പെട്ടത് ഇന്ത്യയിലെ സിലോണിലെ ചരിത്രമൊക്കെ നമുക്കറിയാം. നമ്മളെ നാട്ടിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാം 40 തവണ നടന്നുകൊണ്ട് ഹജ്ജിന് വന്ന ചരിത്രം. ആദം നബി അലൈഹി സ്വലാം വന്നിട്ട് വഫാത്തായത് മക്കയിലാണെന്ന് പറയുന്നത്. മക്കയിൽ എവിടെയാണ് അദ്ദേഹത്തിന്റെ ഖബർ കിടക്കുന്നത് എന്നുള്ളതിൽ അഭിപ്രായം ഉള്ളത് ഏതാണ്? ഒരു അഭിപ്രായമുള്ളത് എവിടെയാണ്? ജബൽ അബി കുബൈസ് പർവ്വത നിരയിലാണ്. അതാണ് ഈ കാണുന്ന മല. ആ മലയുടെ മുകളിൽ പണ്ട് പള്ളികൾ നിർമ്മിച്ചിരുന്നു. അതിൽപ്പെട്ടൊരു പള്ളിയാണ് മസ്ജിദ് ബിലാൽ. ആരാ പള്ളി ഉണ്ടാക്കിയത്? ഹാറൂൻ റഷീദ്, നല്ലൊരു ചക്രവർത്തിയാണ് അദ്ദേഹം. ആ പള്ളി പോലും ഇന്നവിടെ. അപ്പം അങ്ങനെയുള്ള പള്ളികൾ, ഇങ്ങനെയുള്ള സ്മാരകങ്ങൾ, ചരിത്ര സ്ഥലങ്ങൾ, അതൊക്കെ അന്നത്തെ സംഹാര താണ്ഡവത്തിൽ എന്തായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആശ്വാസം ഉള്ള എന്താ വെച്ചാൽ, ഇപ്പം ഇന്നിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ റസൂലുള്ള ജനിച്ച സ്ഥലമാണ്. ഒരു മക്തബെങ്കിലും ഇവിടെ കാണിച്ചു കൊടുക്കാണ്. എന്നാൽ അവിടേക്ക് നോക്കണം. ഈ കെട്ടിടം, ഈ കാണുന്ന കെട്ടിടത്തിന്റെ പേരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹമ്മാമാണ്, ടോയ്ലറ്റ്. ഈ കെട്ടിടം നിൽക്കുന്നത്, ഈ കാണുന്ന ഈ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്താണ് അബൂ ജഹൽ താമസിച്ചത്, ലഅനത്തുല്ലാഹി അലൈഹി. അബൂ ജഹൽ താമസിച്ച അവിടെയാണ്. റസൂലുള്ള നടന്നു പോകുമ്പോൾ മസ്ജിദുൽ ഹറാം പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഇവൻ കൊയ്കുത്തും റസൂലുള്ളാഹിനെ അപായപ്പെടുത്താൻ. അങ്ങനെ റസൂലുള്ളാഹിനെ അപായപ്പെടുത്താൻ കൊയ്കുത്തി ആ സ്ഥലത്ത് പലപ്പോഴും അവൻ തന്നെ വീണ് പോയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് ഒരു പരിക്കും പറ്റി. അപ്പോൾ അബൂ ജഹൽ ജനിച്ച സ്ഥലം പിൽക്കാലത്ത് ഇവർക്ക് തോന്നിയത് എന്താണ്? എന്താക്കണം, ഒരു ടോയ്ലറ്റ്. അതുകൊണ്ട് ആ സ്ഥലം അപമാനിച്ചുകൊണ്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കി. റസൂൽ ജനിച്ച സ്ഥലത്ത് അന്നത്തെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വ്യക്തി എന്തുണ്ടാക്കി? ഒരു. ഇനി നമ്മൾ മർവ ഗേറ്റ്, നമ്മൾ ഇന്നലെ 25 ഉംറ ചെയ്തിറങ്ങിയ മർവ ഗേറ്റിന്റെ അവിടെ നബി തങ്ങൾ ഖദീജ ബീവിനെ കല്യാണം കഴിച്ചതിന് ശേഷം ഖദീജ ബീവി ഒരു വീട് അവിടെ ഉണ്ടാക്കി. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിക്ക് 82ഓളം സൂറത്തുകൾ ഇറങ്ങിയ സ്ഥലം, ഖുർആനിലെ 82ഓളം സൂറത്തുകൾ ഇറങ്ങിയത് അവിടെ വെച്ചു. അപ്പം അങ്ങനെയുള്ള സ്ഥലം. പിന്നെ നമ്മൾ ആ സഫാ മർവയാണ് കാണാം, വലിയ 1, 2, 3 തട്ട്. നമ്മൾ ഇന്നലെ സൈ ചെയ്ത് അതിൻ്റെ താഴത്താണ്. അതിലെ ബാബുസലാം എന്നാണ് വാതിൽ.